യേശുമിശിഹായിൽ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെയും അനുഭവത്തിലൂടെ പ്രാർത്ഥനാ നിർഭരമായ ദിവസങ്ങൾ പരിശുദ്ധ സഭ ക്രൈസ്തവ മനസ്സിലേക്ക് ഓതിക്കൊടുക്കുന്ന ദിവസങ്ങളിൽ 50 ദിവസത്തിനുള്ളിൽ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന ഏക തിരുനാളാണ് വിശുദ്ധ യൗസേപ്പിൻ്റെ തിരുനാൾ. നോമ്പിൻ്റെ ദിവസങ്ങളിൽ ആഘോഷങ്ങളോ പ്രത്യേകവിധ മറ്റനുസ്മരണങ്ങളോ പാടില്ല എന്ന് തിരുസഭ ഉദ്ബോധിപ്പിക്കുമ്പോഴും എന്തുകൊണ്ട് യൗസേപ്പിതാവിൻ്റെ മരണത്തിരുനാൾ മാർച്ച് മാസം 19-ാം തീയതി എല്ലാ വർഷവും നോമ്പ് കാലത്ത് തന്നെ വീഴത്തക്ക രീതിയിൽ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്? വിശുദ്ധ യൗസേപ്പിൻ്റെ തിരുനാളായിട്ട് തിരുസഭ അവതരിപ്പിക്കുന്നത് 2 തിരുനാൾ ദിവസങ്ങളാണല്ലോ. മരണത്തിരുനാൾ ദിവസവും തൊഴിലാളി ദിനത്തിൽ തൊഴിലാളി മധ്യസ്ഥൻ്റെ തിരുനാളായി അനുസ്മരിക്കുന്ന മെയ് മാസം 1-ാം തീയതിയും. ഇതിലും ഏറ്റവും പ്രാധാന്യത്തോടെ എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മറ്റു പല സ്ഥലങ്ങളിൽ എന്നതുപോലെ ഊട്ടുനേർച്ചയോടുകൂടി ആഘോഷിക്കുന്ന ഈ ഒരു പ്രത്യേക തിരുനാളിന് തിരുസഭയ്ക്ക് മറ്റെന്തോ ചില കാര്യങ്ങൾ നമ്മളോട് ഉദ്ബോധിപ്പിക്കുവാനുണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ഇപ്രകാരം ഒരു ഊട്ടുനേർച്ച നടത്തുന്നതിൻ്റെ സാങ്കത്യം തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകനായിരുന്നു കൊണ്ട് ഒരു യഥാർത്ഥ കുടുംബനാഥൻ സ്വന്തം കുടുംബത്തെ അധ്വാനത്തിലൂടെ പരിപോഷിപ്പിച്ചുകൊണ്ട് അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടിയുള്ള വക കുടുംബത്തിലേക്ക് എത്തിക്കുന്നതിൻ്റെ പ്രതീകമായി യൗസേപ്പിൻ്റെ അനുസ്മരണം കുടുംബത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ വിശ്വസ്തത, കുടുംബത്തോട് കാണിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള നീതിബോധം, കുടുംബത്തിൽ ഭാര്യയ്ക്കും മക്കൾക്കും ഭക്ഷിക്കുവാൻ നൽകുക എന്നുള്ള അടിസ്ഥാന സുവിശേഷ പ്രമാണം നമ്മളെ അനുസ്മരിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് നാം ഇന്ന് ഇപ്രകാരമുള്ള പ്രത്യേക ഊട്ടുനേർച്ചകൾ സംഘടിപ്പിക്കുന്നത്. വീണ്ടും എന്തുകൊണ്ട് നോമ്പുകാലത്ത് ഇപ്രകാരം ഒരു വിശുദ്ധിയിലേക്കുള്ള ആഹ്വാനം നമ്മുടെ മുൻപിൽ തിരുസഭ വയ്ക്കുന്നു? ധാരാളം വിശുദ്ധരെ നാം അനുസ്മരിക്കുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള തിരുനാളുകളും വിശേഷണങ്ങളും തിരുസഭ സവിശേഷമാം വിധം കൊണ്ടാടുന്നുണ്ട്. യൗസേപ്പിതാവിനെ കുറിച്ച് തിരുസഭയ്ക്ക് പറയുവാനുള്ള പ്രത്യേക മഹത്വങ്ങൾ: തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകൻ, നീതിമാനായ യൗസേപ്പ്, യേശുമിശിഹായുടെ സംരക്ഷകൻ, തൊഴിലാളികളുടെ മധ്യസ്ഥൻ, പരിശുദ്ധിയമ്മയുടെ വിവേകപൂർണമായ കാവൽക്കാരൻ എന്നീ അപരനാമങ്ങളിൽ യൗസേപ്പിതാവ് നമ്മുടെ മുൻപിൽ അവതരിക്കുമ്പോഴും സുവിശേഷങ്ങളിൽ വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരു വ്യക്തിത്വം, അപൂർവമായി കാണപ്പെടുന്ന നിമിഷങ്ങളിലെല്ലാം സവിശേഷമാംവിധം വ്യക്തിപ്രഭാവത്തോടുകൂടി അവതരിപ്പിക്കപ്പെടുന്ന ചുരുങ്ങിയ വിശേഷണങ്ങളിലൂടെ അവൻ്റെ വ്യക്തിപ്രഭാവത്തെ ആവോളം വിവരിച്ച് കാണിക്കുന്ന സുവിശേഷകരുടെ മനോഭാവങ്ങൾ. അതിനാൽ തന്നെ വിശുദ്ധിയുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വലിയ ആഭിമുഖ്യമാണ് യൗസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷത്തിലൂടെ നമ്മെ തിരുസഭ അനുസ്മരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നോമ്പുകാലം പരിത്യാഗങ്ങളിലൂടെയും സ്നേഹനിർഭരമായ ഉപവിപ്രവർത്തനങ്ങളിലൂടെയും കഠിനാധ്വാനത്തിലൂടെയുമെല്ലാം ദൈവേഷ്ടത്തിന് വിധേയമായി ജീവിക്കുവാൻ വേണ്ടി തിരുസഭാഗാത്രങ്ങളെ അനുസ്മരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രകരണം എന്ന രീതിയിലാണ് യൗസേപ്പിതാവിൻ്റെ വിശുദ്ധിയുടെ മാനദണ്ഡം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. നിശബ്ദമായി ദൈവഹിതത്തിന് തന്നെ വിധേയനാക്കിയ വലിയ വിശുദ്ധിയുടെ വ്യക്തിത്വം. സുവിശേഷത്തിൽ വലിയ വർണ്ണനകൾ അദ്ദേഹത്തെക്കുറിച്ച് നടത്തുന്നില്ല എങ്കിൽ തന്നെയും ദൈവിക വെളിപാടിന് തന്നെ വിധേയനാക്കിയ വ്യക്തി. പരിശുദ്ധി അമ്മയ്ക്ക് ഉണ്ടായതിൽ അധികമായി, അതിലപ്പുറമായി ദൈവത്തിൻ്റെ പരിശുദ്ധ ദൂതന്മാരുടെ വെളിപാടുകൾ വിശുദ്ധ യൗസേപ്പിന് ലഭിച്ചതായിട്ട് സുവിശേഷം നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുന്നു. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ അവൻ്റെ ജനനത്തിൽ ഏറ്റവും ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് യൗസേപ്പിൻ്റെ മഹനീയ സൽകൃത്യമാണ്.
അവൻ നീതിമാനായതുകൊണ്ട് പരിശുദ്ധ മറിയത്തെ അപമാനിതയാക്കുവാൻ ഇഷ്ടപ്പെടായിക മൂലം. എന്തുകൊണ്ടാണ് പരിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ഈ നീതിബോധത്തെക്കുറിച്ച് ഇപ്രകാരം വർണ്ണിക്കുന്നത്? നാട്ടുനടപ്പനുസരിച്ച് വിവാഹപ്രായം, വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീ ഒരു വിവാഹിതയ്ക്ക് ചേർന്ന വിധമുള്ള കർത്തവ്യം നിർവഹിക്കേണ്ടതിനാൽ വിവാഹ നിശ്ചയത്തിന് ശേഷം അവൾ ഗർഭിണിയായി കാണപ്പെട്ടു കഴിഞ്ഞാൽ പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊന്ന ഒരു സമൂഹത്തിന്റെ മുൻപിൽ അവളും കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുവാൻ വേണ്ടി വിധിക്കപ്പെട്ടവളാണ്. അവൾക്ക് നൽകേണ്ട സ്വാഭാവിക നാട്ടുനീതി അവളെ കല്ലെറിഞ്ഞ് വധിക്കുക എന്നുള്ളതാണ്. ഇവിടെയാണ് യൗസേപ്പ് പിതാവിൻ്റെ നീതിബോധത്തെക്കുറിച്ചുള്ള വിവരണത്തിന് അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടാകുന്നത്. വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന തൻ്റെ സ്വന്തം പെണ്ണ് ഗർഭിണിയായി അവൻ്റെ ചെവിയിൽ വാർത്തയെത്തി എന്നതുകൊണ്ട് തന്നെ ഈ വാർത്ത അവൻ്റെ ചെവിയിൽ മാത്രമല്ല മറ്റു പലരുടെയും ചെവികളിലും എത്തിയിരിക്കണം എന്ന് യൗസേപ്പ് പിതാവ് ധരിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ തനിക്ക് എന്തെല്ലാം നഷ്ടങ്ങളുണ്ടായിക്കൊള്ളട്ടെ, ഇതിന് കാരണങ്ങളും കാരണക്കാരും ആരെങ്കിലുമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, താൻ മൂലം ഈ ഭൂമിയിൽ ഒരു തുള്ളി കണ്ണുനീർ അവനൻ്റെ കണ്ണിൽ നിന്നും വീഴുവാൻ കാരണമാകരുത് എന്ന് ധരിച്ച യൗസേപ്പ് പിതാവിൻ്റെ മനുഷ്യത്വത്തെയാണ് നീതിബോധം എന്ന സുവിശേഷം നമ്മുടെ മുൻപിൽ മനോഹരമായി വർണ്ണിച്ചു കാണിക്കുന്നത്. രഹസ്യമായി തൻ്റെ ഭാവി വധുവിനെ ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്ന യൗസേപ്പ് പിതാവ്, യൗസേപ്പിന്റെ കുടുംബത്തെയാണല്ലോ തിരുക്കുടുംബം എന്ന് നാം വിശേഷിപ്പിക്കുന്നത്. തിരുക്കുടുംബത്തിന്റെ മധ്യസ്ഥനെന്നും യൗസേപ്പ് പിതാവിനെയാണല്ലോ നാം സവിശേഷമാം വിധം വിശേഷിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് അതിൻ്റെ യഥാർത്ഥവിധ ഉത്തരം. എന്തുകൊണ്ട് അവനെ നീതിമാനെന്നും തിരുക്കുടുംബ മധ്യസ്ഥനെന്നും വിശേഷിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ യഥാർത്ഥ ഉത്തരം. പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളല്ല നമ്മുടെയൊന്നും. ഒരു പ്രശ്നങ്ങളുമില്ലാത്ത കുടുംബമായിരുന്നില്ല നസ്രത്തിലേതും. പ്രശ്നങ്ങളുടെ ഹിമാലയം എന്നതുപോലെ ആ കുടുംബത്തിൻ്റെ മേൽ വന്നു ഭവിച്ചപ്പോഴും പ്രശ്ന കാരണക്കാരെ അന്വേഷിക്കാതെ അപരന്റെ മേൽ വിരൽ ചൂണ്ടാതെ സ്വന്തം പ്രശ്നപരിഹാരത്തിന് വേണ്ടി സ്വയമേ ഇറങ്ങിത്തിരിക്കുന്ന കുടുംബനാഥന്റെ ഉത്തരവാദിത്വ ബോധപൂർവകമായ സമീപനത്തെയാണ് തിരുക്കുടുംബത്തിന്റെ സവിശേഷ പ്രകരണമായിട്ട് സുവിശേഷം നമ്മുടെ മുൻപിൽ വിവരിക്കുന്നത്. കുടുംബ വർഷത്തിലേക്കുള്ള ആഹ്വാനമാണ് തിരുസഭ ഈ വർഷം നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത്. തിരുക്കുടുംബത്തെക്കുറിച്ചുള്ള മഹനീയ മാതൃക തന്നെയാണ് കുടുംബവർഷത്തിൽ തിരുസഭയ്ക്ക് നമ്മുടെ മുൻപിൽ ചൂണ്ടിക്കാണിക്കുവാനുള്ളത്. തിരുക്കുടുംബത്തെക്കുറിച്ച് സുവിശേഷം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ പരിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കുടുംബങ്ങളെ വിശേഷിപ്പിക്കുന്നത്, കുടുംബം ഈ ലോകത്തില്, ഭാര്യാഭർത്താക്കന്മാർ ഈ ലോകത്തിൽ എന്തു വിവരിച്ചു കാണിക്കുന്നു എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത്, കുരിശിലൂടെ വ്യക്തമാകുന്ന യേശുനാഥന്റെ സ്നേഹമാണ് കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും മക്കളും ഈ ലോകത്തിൽ മറ്റുള്ളവരുടെ മുൻപിൽ പ്രകടമാക്കുന്നത് എന്ന്. കുരിശിലൂടെ എന്താണ് വ്യക്തമാകുന്നത്? സമർപ്പണത്തിന്റെ മൂർത്തീഭാവം, പരസ്പര സ്നേഹത്തിന്റെ അവസാന പ്രകരണം, അപരന് വേണ്ടി ത്യാഗത്തിന്റെ അങ്ങേയറ്റം വരെ, ജീവൻ ഹോമിക്കുന്നത് വരെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചതിന്റെ യഥാർത്ഥ പ്രതീകം. ഇതെല്ലാമാണ് കുരിശിലൂടെ വ്യക്തമാകുന്നത് എങ്കിൽ ഇതെല്ലാം തന്നെയാണ് യൗസേപ്പ് പിതാവിന്റെ നീതിബോധത്തിലും നാം പ്രകടമാക്കുന്നത്. ഇവിടെയാണ് പരിശുദ്ധ ദൂതന്റെ, ദൈവിക ദൂതന്റെ പ്രത്യേകമാം വിധം ഇടപെടൽ മൂലം യൗസേപ്പ് പിതാവിനെ ദൈവിക പദ്ധതിക്ക് വേണ്ടി അവിടുന്ന് തിരിച്ചുവിടുന്നത്. വീണ്ടും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. പരിശുദ്ധ മറിയത്തെ വധുവായി സ്വീകരിച്ചതിന് ശേഷവും കുട്ടിയെയും എടുത്തുകൊണ്ട് വധിക്കുവാൻ തയ്യാറായി ഇറങ്ങിപ്പുറപ്പെടുന്ന ഹെറോദോസ് രാജാവിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി അവൻ പലായനം ചെയ്യുന്നു ഈജിപ്തിലേക്ക്. അവിടെ പ്രവാസിയായി കഴിഞ്ഞുകൂടേണ്ട സാഹചര്യമുണ്ടാകുന്നു. ഒരു കുടുംബത്തെ പോറ്റുവാൻ വേണ്ടി പാടുപീഡകൾ വഹിച്ചുകൊണ്ട് കഠിനമായ പരിത്യാഗ യാത്രകളിലൂടെ സ്വന്തം ആഗ്രഹത്തിനപ്പുറമായി മാലാഖ കാണിച്ച റെഡ് സിഗ്നലിന് വിധേയനായിക്കൊണ്ട് ദൈവേഷ്ടത്തിന് വേണ്ടി മാത്രം സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെക്കുന്ന യഥാർത്ഥ കുടുംബനാഥന്റെ യഥാർത്ഥ നീതിബോധത്തിന്റെ ചിത്രമാണ് തിരുസഭ യൗസേപ്പ് പിതാവിലൂടെ നമ്മുടെ മുൻപിൽ വിവരിച്ച് കാണിക്കുന്നത്. പലപ്പോഴും
യൗസേപ്പ് പിതാവിനോട് കാണിക്കേണ്ട നീതി തിരുസഭ ചിലപ്പോഴെങ്കിലും കാണിക്കാതെ പോയിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. പരിശുദ്ധ മറിയത്തിൻ്റെ കന്യാത്വ സംരക്ഷകനായി യൗസേപ്പ് പിതാവിനെ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു പ്രായമുള്ള കന്യാത്വ സംരക്ഷകനായിട്ട് യൗസേപ്പ് പിതാവിനെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. യൗസേപ്പ് പിതാവിൻ്റെ അനുസ്മരണങ്ങൾ പോലും കുറഞ്ഞു പോകുന്നു. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ പോലും യൗസേപ്പ് പിതാവിൻ്റെ അനുസ്മരണം ശുഷ്കമായി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ പ്രത്യേക തീരുമാനപ്രകാരം കുർബാനകളിൽ നീതിമാനായ യൗസേപ്പിനെ കുറിച്ചുള്ള അനുസ്മരണം പരിശുദ്ധ മറിയത്തോട് ചേർത്ത് നാം അനുസ്മരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെയെല്ലാം ജീവിത വിശുദ്ധിയുടെ മറ്റൊരു പ്രകടമായ സാന്നിധ്യമാണ് യൗസേപ്പ് പിതാവിലൂടെ നമ്മുടെ മുൻപിൽ വർണ്ണിക്കുന്നത്. ആഘോഷങ്ങളിലൂടെ പ്രകടമായിട്ടുള്ള സംഭവ വികാസങ്ങളിലൂടെയോ വിവരിക്കേണ്ടതല്ല. അത് മാത്രമല്ല നമ്മുടെ വിശുദ്ധി, മറിച്ച് നിശബ്ദമായി ദൈവഹിതത്തിന് തന്നെ സമർപ്പിക്കുന്നത് മൂലം സഹനങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്ന യഥാർത്ഥ കുടുംബനാഥന്റെ ചിത്രത്തിലൂടെ, അപരന് വേണ്ടി നീതി നടത്തിക്കൊടുക്കുവാൻ തയ്യാറാകുന്ന യഥാർത്ഥ ഉദ്യോഗസ്ഥന്റെ, യഥാർത്ഥ തൊഴിലാളിയുടെ വർണ്ണനത്തിലൂടെ യൗസേപ്പ് പിതാവിൻ്റെ നിശബ്ദ സാന്നിധ്യം ഈ നോമ്പുകാലത്ത് നമ്മുടെ ഹൃദയങ്ങളിലും ഒരു ഹൃദയത്തുടിപ്പായി മാറട്ടെ എന്നാകണം നോമ്പുകാലത്തിലെ ഈ ഒരു പ്രത്യേക തിരുനാളിലൂടെ തിരുസഭ നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. പ്രാർത്ഥനകളിലൂടെ നാം ഓടി നടക്കുമ്പോൾ, ജീവിത വിശുദ്ധിക്ക് വേണ്ടി നാം ദൈവാലയങ്ങളിലേക്കും പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലേക്കും നൊവേന കേന്ദ്രങ്ങളിലേക്കുമെല്ലാം ഓടിപ്പോകുമ്പോൾ, ഇതിലും അപ്പുറമായി ഹൃദയങ്ങളുടെ ശ്രീകോവില് പൂവിട്ട് പൂജിക്കേണ്ട ഒരു പരിശുദ്ധ ദൈവീക സാന്നിധ്യത്തെ നിശബ്ദ വഴികളിലൂടെ പിന്തുടരുക. ദൈവവചനത്തിന് വിധേയനായി ദൈവിക വെളിപാടിന് വേണ്ടി ഹൃദയത്തുറവയോടെ കാത്തിരിക്കുന്ന ഒരു യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസിയുടെ ചിത്രം. സ്നേഹമുള്ളവരെ, നീതിബോധം ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം കുറഞ്ഞു പോകുന്ന ഒരു കാര്യമായി തോന്നുന്നു. പലപ്പോഴും ഭക്തിമാർഗങ്ങളിലേക്ക് ഓടിപ്പോകുന്ന അനേകരെ ലോകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഭക്താഭ്യാസങ്ങളുടെ പ്രകടമായിട്ടുള്ള അനുഷ്ഠാനങ്ങളിലൂടെയുമെല്ലാം വിശുദ്ധിയിലേക്ക് അടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവര്. എന്നാൽ യഥാർത്ഥ വിശുദ്ധി മറ്റുള്ളവർക്ക് നൽകേണ്ട സ്വാഭാവിക നീതി, അപരനോട് കാണിക്കേണ്ട ഹൃദയത്തുറവി, സ്നേഹത്തിന് ഭംഗം വരാതെ കാത്തുസൂക്ഷിക്കേണ്ട ഒരു കുടുംബനാഥന്റെ ചിത്രം, ഇതെല്ലാം നമ്മൾ ഹൃദയവിശാലതയോടെ നൽകുമ്പോഴാണ് സുവിശേഷാനുസൃതമായിട്ടുള്ള നീതിബോധം നമ്മുടെ മുൻപിൽ യൗസേപ്പ് പിതാവ് കാണിക്കുന്നതിലൂടെ പൂർത്തിയാക്കി തരുന്നത്. വിശുദ്ധി എന്നുള്ളത് ഭക്ത്യാഭ്യാസങ്ങളുടെ മാത്രം പ്രകടനമല്ല, ഹൃദയത്തിൻ്റെ ഉൾത്തടങ്ങളിൽ നാം സൂക്ഷിക്കുന്ന യഥാർത്ഥ പരിശുദ്ധിയുടെ അടയാളമാണ് എന്ന് യൗസേപ്പ് പിതാവ് നമ്മെ സവിശേഷമാം വിധം ഇന്നത്തെ പ്രത്യേക അനുസ്മരണത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ യൗസേപ്പ് പിതാവിൻ്റെ ഇന്നത്തെ തിരുനാള് സഹന വഴികളിലൂടെ നടന്നുപോയ, നിശബ്ദ സാന്നിധ്യത്തിലൂടെ രക്ഷകനെ അനുഗമിച്ച, ജീവിതത്തിലെ പ്രകടമായിട്ടുള്ള പ്രതിസന്ധികളുടെ നിമിഷങ്ങളിൽ ദൈവഹിതത്തിന് തന്നെ വിധേയമാക്കിയ ആ ഒരു കുടുംബനാഥന്റെ ചിത്രമാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്ക് ജീവിതത്തിലെ നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ട നിമിഷങ്ങളിൽ നൽമരണ മധ്യസ്ഥനായിട്ട് യൗസേപ്പ് പിതാവിനെ അനുസ്മരിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെയും വേദനകളുടെയും നിമിഷങ്ങളിൽ യൗസേപ്പ് പിതാവിൻ നൽമരണ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രാർത്ഥനാനിർഭരമായിട്ടുള്ള ഒരു അനുസ്മരണമായി എന്നും തുടരുവാൻ ആ ഒരു സാന്നിധ്യം ഒരു ശരണംവിളി പോലെ നമ്മുടെ ഹൃദയങ്ങളിൽ യൗസേപ്പ് പിതാവിനോടുള്ള പ്രാർത്ഥനയായി പരിണമിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധിയെക്കുറിച്ച് നാം കേട്ടറിഞ്ഞ വഴികൾക്കപ്പുറമായിട്ടും നാം ഹൃദയത്തിൻ്റെ ഉൾത്തടങ്ങളിലേക്ക് നടത്തി നമ്മോട് തന്നെ ആത്മപരിശോധന നടത്തിക്കൊണ്ട് നാം എടുക്കേണ്ട ചില നിലപാടുകളും തീരുമാനങ്ങളും, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥ വഴികളിലൂടെ കൂടുതൽ ചരിക്കുന്ന ഈ ഇടവകക്കാരായ നമ്മളെ സംബന്ധിച്ചും തൊഴിലാളികൾക്ക് യഥാർത്ഥ നീതി നടത്തിക്കൊടുക്കുന്നതിലൂടെ നമ്മുടെ സഹചരായിട്ട്, സഹകാർമ്മികരായിട്ട്, സഹപ്രവർത്തകരായിട്ട് നമ്മളോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് നമ്മുടെ താല്പര്യങ്ങളെ വിധേയമാക്കുന്ന, അവരോടും അവരുടെ കുടുംബത്തോടും അവരുടെ ജോലിയോടും കാണിക്കേണ്ട വിശ്വസ്തത നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകാതിരിക്കുവാനുള്ള
അപ്രകാരമുള്ള അനീതിയുടെ പ്രകടനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാതിരിക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്നെയോർത്ത് മറ്റൊരാൾ ദുഃഖിക്കുകയോ കണ്ണുനീര് പൊഴിക്കുകയോ ചെയ്യുന്നതാണ് എന്നുള്ള ഒരു കുടുംബനീതി, ഒരു സ്വാഭാവിക നീതി നമ്മുടെ ഹൃദയങ്ങളിലും സൂക്ഷിക്കുവാൻ സാധിക്കുമ്പോഴാണ് യൗസേപ്പ് പിതാവിൻ്റെ ശക്തമായിട്ടുള്ള നീതിബോധത്തിൻ്റെ അനുസ്മരണങ്ങൾ, തിരുക്കുടുംബത്തിൻ്റെ മധ്യസ്ഥനായി അനുസ്മരിക്കുന്ന, രക്ഷകന്റെ വിവേകപൂർണനായ കാവൽക്കാരനായി അനുസ്മരിക്കുന്ന രക്ഷാകര സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്കും ഈശോയുടെ പരിശുദ്ധ സാന്നിധ്യമായിട്ട് പോലും അനുസ്മരിപ്പിക്കപ്പെടുക എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിലെയും ജീവിത പാഠമായി നമുക്ക് അനുസ്മരിക്കാം. ഇന്നേ ദിവസം ജീവിത വിശുദ്ധിയെക്കുറിച്ചുള്ള യൗസേപ്പ് പിതാവിൻ്റെ പാഠങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവിത പ്രകടനമാകുന്ന നമ്മുടെ ജോലി പശ്ചാത്തലങ്ങളിലേക്കുമെല്ലാം യൗസേപ്പ് പിതാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളെയും ഉദ്ദീപിപ്പിക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകടമായ വിശുദ്ധിയുടെ സാന്നിധ്യമായി വളരട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് യൗസേപ്പ് പിതാവിൻ്റെ അനുസ്മരണം ഓരോ ദിവസവും പ്രാർത്ഥനയോട് ചേർന്ന് നടത്തേണ്ട ഒരു ഏറ്റുപറച്ചിലായി തിരുക്കുടുംബ മധ്യസ്ഥൻ നമ്മുടെ കുടുംബങ്ങളെയും സംരക്ഷിക്കുന്ന, നമ്മുടെ കുടുംബങ്ങളെയും പരിപാലിക്കുന്ന യഥാർത്ഥ സംരക്ഷകനായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ.